നമസ്കാരം. പ്രധാന വാർത്തകൾ. 99 രൂപയ്ക്ക് മദ്യം. ലക്ഷ്യം വ്യാജമദ്യം തടയൽ. പ്രതീക്ഷ 5500 കോടി വരുമാനം. ആന്ധ്രാപ്രദേശിൽ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചു. വ്യാജമദ്യം തടയാൻ 99 രൂപ അടിസ്ഥാന വിലയ്ക്ക് മദ്യം ലഭ്യമാക്കുമെന്നാണ് അറിയിപ്പ്. 3736 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ സർക്കാർ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റും. 5500 കോടി രൂപയുടെ വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 12 മുതൽ പുതിയ മദ്യനയം നിലവിൽ വരും. മദ്യവില താങ്ങാനാകാതെ ജനങ്ങൾ വ്യാജമദ്യം തേടിപ്പോയി ദുരന്തമുണ്ടാകാതിരിക്കാനാണ് കുറഞ്ഞ വിലയ്ക്ക് മദ്യം ലഭ്യമാക്കുന്നതെന്ന് സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷമായുള്ള വരുമാനത്തിലെ ഇടിവും നികത്താൻ കഴിയുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു. അടുത്ത 2 വർഷത്തേക്കുള്ള മദ്യനയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൂനെയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 3 പേർ മരിച്ചു. പൂനെയിലെ ബാവ്നാദിലാണ് അപകടമുണ്ടായത്. 3 പേരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. മരിച്ചവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഏത് ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടതെന്നും സ്ഥിരീകരിച്ചിട്ടില്ല. നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറുകളിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പയ്യനാക്കൽ സ്വദേശിനി ഫാത്തിമ സുഹ്റ, ചെലവൂർ കടയാട്ടുപറമ്പ് അലിമ സൻഹ, അബ്ദുൽ ലത്തീഫ് മൂഴിക്കൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഇന്നലെ വൈകിട്ട് 5ഓടെയാണ് അപകടം നടന്നത്. കുന്നമംഗലം ഭാഗത്ത് നിന്ന് അമിത വേഗതയിലെത്തിയ കാർ മൂഴിക്കൽ ടൗണിന് സമീപം സർവീസ് സ്റ്റേഷനടുത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 4 സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 പേരും താഴ്ചയിലേക്ക് വീണു. കാർ ഇവരുടെ മുകളിലായി പാതിഭാഗം തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വെള്ളിമാടുകുന്ന് അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥൻ ഷജിൽ കുമാറിന്റെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലിലൂടെയാണ് വൻ ദുരന്തം ഒഴിവായത്. കാറിൽ നെല്ലിക്കപ്പറമ്പ് സ്വദേശികളായ 3 പേരാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ കയർ കൊണ്ടുവന്ന് കാറിന്റെ പിൻഭാഗത്ത് കെട്ടി താങ്ങി നിർത്തി. താഴ്ചയിലിറങ്ങിയ ഷജിൽ നാട്ടുകാരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ മുകളിലേക്ക് കയറ്റുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടിയോട് ലൈംഗിക അതിക്രമം. മദ്രസാധ്യാപകൻ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ മദ്രസാധ്യാപകനെ കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിമുണ്ട തേറ്റമല കന്നോത്തുപറമ്പിൽ വീട്ടിൽ KP അഫ്സലാണ് പിടിയിലായത്. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് കുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയതായി രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി അൻവർ. ലക്ഷ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് PV അൻവർ MLA. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്നും അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യുവാക്കളടക്കമുള്ള പുതിയ ടീം വരും. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്നും മതേതരത്തിലൂന്നി ദളിത് പിന്നോക്കക്കാരെയും കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ പാർട്ടിയെന്നും അൻവർ പറഞ്ഞു. ഹിന്ദുവായ ഒരാൾ പാർട്ടി വിട്ടാൽ സംഘി, മുസ്ലിം വിട്ടാൽ ജമാഅത്തെ ഇസ്ലാമി, ക്രിസംഗി, ഇതൊക്കെ ആരുണ്ടാക്കിയതാ? ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമായിരുന്നു പുതിയ പാർട്ടി പ്രഖ്യാപനം.